Okay. Expression for strain energy stored in a body when the load is applied gradually. നമ്മൾ ജനറൽ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു, നേരത്തെ പറഞ്ഞിരുന്നു. ദെൻ ഇവിടെ നമുക്ക് ലോഡ് ഗ്രാജുവലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ സ്ട്രെയിൻ എനർജി. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഏരിയ അണ്ടർ ദി കർവ് ഓഫ് ലോഡ് എക്സ്റ്റൻഷൻ കർവ് അല്ലേ, ഏരിയ അണ്ടർ ദി കർവ്. അപ്പോൾ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫിൽ ഏരിയ അണ്ടർ ദി കർവ് ആണ് സ്ട്രെയിൻ എനർജി. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ്, എനി പോയിന്റ് എം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഈ ഏരിയ ആയിരിക്കും സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ഈ ഏരിയ ആയിരിക്കും സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. സോ എന്താണ് അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്? ട്രയാങ്കിൾ ആണ് അല്ലേ. സോ സ്ട്രെയിൻ എനർജി equal to area under the curve, that is equal to half into എന്താണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സും എക്സ്റ്റൻഷൻ ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ലോഡ് ടി. സോ ഹാഫ് ഇൻറ്റു പി ഇൻറ്റു എക്സ്, ഹാഫ് ഇൻറ്റു പി ഇൻറ്റു എക്സ്. പി എന്ന് പറയുന്നത് ലോഡ്, എക്സ് ഈസ് ദ എക്സ്റ്റൻഷൻ. സോ നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെസ് സിഗ്മ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ദെൻ പി ഈക്വൽ ടു എന്ത് വരും? സിഗ്മ ബൈ എ. സിഗ്മ ഇൻറ്റു എ. Sigma into A. P equal to sigma into A. Then this is extension. അപ്പോൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്ട്രെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ആണ് വരുന്നത്. അപ്പോൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ സ്ട്രെയിൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. എക്സ്റ്റൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഇസ് ഈക്വൽ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു സ്ട്രെയിൻ എപ്സിലോൺ ഇൻറ്റു എൽ. സ്ട്രെയിൻ എപ്സിലോൺ ഇൻറ്റു എൽ. നമുക്ക് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ ടേംസിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ ഓൾസോ ഈക്വൽ ടു എന്താണ്? സ്ട്രെയിൻ ഈസ് ഓൾസോ ഈക്വൽ ടു സ്ട്രെസ് ബൈ ഇ അല്ലേ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഇ എന്നുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. സോ നമുക്ക് ഒരു എക്സ്പ്രഷൻ കൂടി ഉണ്ട് സ്ട്രെയിൻ. എന്താണ്? നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ചെയ്യുന്നതാണ്. സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ ഇ. സോ വി ക്യാൻ ചേഞ്ച് ദിസ് എക്സ്പ്രഷൻ ഇൻറ്റു സിഗ്മ ബൈ ഇ ഇൻറ്റു എൽ. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ടു എക്സ്പ്രഷൻസ് into this equation number 1. We will get strain energy U equal to half into P എന്ന് പറയുന്നത് sigma into A into sigma by E into L, that is equal to sigma square AL by 2E, where A into L എന്ന് പറയുന്നത് എന്താണ്? വോളിയം ആണ്. So we can change this expression into sigma square by 2E into volume. Strain energy ഇതാണ് നമുക്ക് ഗ്രാജുവലി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. ഈ എക്സ്പ്രഷൻ നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ ഡെറിവേഷനും ഓർത്ത് വയ്ക്കുക. ദെൻ ഇതിനോട് കൂടെ തന്നെ നമുക്ക് ഒരു എക്സ്പ്രഷനും കൂടി നമുക്ക് പഠിക്കണം. ദാറ്റ് ഈസ് പ്രൂഫ് ഓഫ് റെസിലിയൻസ്. പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നതാണ് മാക്സിമം സ്ട്രെയിൻ എനർജി അല്ലേ. മാക്സിമം സ്ട്രെയിൻ എനർജിയാണ് പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിൻ എനർജി പെർ വോളിയം, യൂണിറ്റ് വോളിയം. സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ പ്രൂഫ് റെസിലിയൻസ് എന്ന മാക്സിമം സ്ട്രെയിൻ എനർജിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്റ്റാർ സ്ക്വയർ ബൈ
2E ഇൻറ്റു വി, വേർ സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ് അറ്റ് ദി ഇലാസ്റ്റിക് ലിമിറ്റ്, സ്ട്രെസ് അറ്റ് ദി ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് പ്രൂഫ് റെസിലിയൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നത് മോഡുലസ് ഓഫ് റെസിലിയൻസ്. മോഡുലസ് ഓഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് റെസിലിയൻസ് or strain density equal to എന്താണ് strain energy per unit volume, that is U by V, strain energy per unit volume ആണ്. then strain energy എന്ന് പറയുന്നത് എന്താണ് sigma square by 2E into sigma square by 2E into volume divided by V. So that is equal to sigma square by 2E. അപ്പോൾ സ്ട്രെയിൻ ഡെൻസിറ്റി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ 2E ആണ്. ഇതും ഓർത്ത് വയ്ക്കാം.